അപ്പർ വേടനെതിരെ ഏതായാലും അന്വേഷണം ശക്തമാക്കുകയാണ് വനംവകുപ്പ്. പുലിപ്പല്ലിന്റെ ഉറവിടം കണ്ടെത്താൻ തന്നെയാണ് ശ്രമം. ഇതിനൊപ്പം വേടനെ കഞ്ചാവ് എത്തിച്ച കണ്ണികളിലേക്കുള്ള അന്വേഷണവും നടത്തുന്നുണ്ട്. വനംവകുപ്പിന്റെ കസ്റ്റഡിയിലുള്ള വേടനെ ഇപ്പോൾ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സജോ ദേവസിയുണ്ട് വിശദാംശങ്ങളുമായി. സജോ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുലിപ്പല്ലിന്റെ ഉറവിടം എന്താണ് എന്നുള്ളതാണ്. ഇത് ഒറിജിനൽ ആണോ എന്ന് തനിക്ക് അറിയില്ല എന്നുകൂടിയാണ് വേടൻ ഇന്നലെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തത്. ഇപ്പോൾ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശം? വിനീത, വേടന്റെ ജാമ്യാപേക്ഷ ഇപ്പോൾ പെരുമ്പാവൂർ കോടതി പരിഗണിക്കുകയാണ്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. അതിൽ ജാമ്യാപേക്ഷയെ വനം വകുപ്പ് എതിർക്കുന്നു എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. അതായത് ഈ കാര്യത്തിൽ കടുത്ത നിലപാട് ആദ്യം മുതൽ തന്നെ വനം വകുപ്പ് സ്വീകരിച്ചിരുന്നു. അതായത് ഈ പുലിപ്പല്ല് കണ്ടെത്തിയത് പിടിച്ചെടുത്തതിന് പിന്നാലെ തന്നെ വനം വകുപ്പ് കടുത്ത വകുപ്പുകൾ ചുമത്തിയാണ് ആദ്യം കേസെടുത്തത്. അതായത് മൃഗവേട്ട അടക്കമുള്ള കടുത്ത വകുപ്പുകളാണ്. അതായത് ഏതെങ്കിലും നിലയ്ക്ക് വന്യമൃഗങ്ങളുടെ എന്തെങ്കിലും ശരീരഭാഗങ്ങൾ സൂക്ഷിക്കുകയോ കൈവശം വെക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്താൽ അത് രാജ്യത്ത് നിയമവിരുദ്ധമാണ്. ആ കാര്യത്തിൽ വേടൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു വാദം എന്നത് നേരത്തെ ചോദ്യം ചെയ്യലിലും അതിനുശേഷം മൊഴിയായും പിന്നീട് പ്രതികരണ ഘട്ടങ്ങളിലൊക്കെയും പറഞ്ഞത് തനിക്ക് ഇത് ഗിഫ്റ്റായി ലഭിച്ചതാണ്, ആരാധകൻ സമ്മാനിച്ചതാണ്, ഇത് നിയമവിരുദ്ധമാണെന്ന് അറിയില്ലായിരുന്നു, അതിൻ്റെ കുറ്റകൃത്യത്തിൻ്റെ ഗ്രാവിറ്റിയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അത് മാലയിൽ കോർത്തതാണ്, അതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു നിലപാട് അല്ല വനം വകുപ്പ് ആദ്യം മുതൽ സ്വീകരിച്ചത്. വനം വകുപ്പ് ആ ജാമ്യാപേക്ഷയെ എതിർക്കുകയാണ്. വേടൻ രാജ്യം വിട്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്, തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടും എന്ന് വനം വകുപ്പ് വാദിക്കുന്നു. ഒപ്പം വേടന്റെ മാനേജരെ ചോദ്യം ചെയ്യണം, അവരാണ് പരിപാടികൾ നോക്കുന്നത്, അവരെ ചോദ്യം ചെയ്യാൻ മാത്രമേ ഉറവിടം അറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് കോടതിയിൽ വനം വകുപ്പ് വാദിക്കുന്നു. ഒപ്പം രഞ്ജിത്ത് കുമ്പിടി എന്നാളാണ് മാല നൽകിയതെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാളുടെ നേരത്തെ തന്നെ ഇയാളുടെ ശ്രീലങ്കൻ ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ വനം വകുപ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പരസ്യമായി പറയുന്ന സാഹചര്യം, RFO ഉൾപ്പെടെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ ശ്രീലങ്കയും മറ്റും കേന്ദ്രീകരിച്ച് പലപ്പോഴും ഇത്തരത്തിലുള്ള പല ഇടപാടുകളും വ്യാപാരങ്ങളും നടക്കാറുണ്ട്. ആ നിലയ്ക്ക് കൂടിയുള്ള പരിശോധനകളിലേക്ക് പോകണം. ഒപ്പം അയാൾക്കിത്, അതായത് രഞ്ജിത്ത് കുമ്പിടി എന്ന ആളാണ് ഇത് കൈമാറിയത് എന്ന നിലയ്ക്കൊരു പ്രാഥമിക നിഗമനം വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അയാൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നറിയണം. അങ്ങനെ വിശദമായ പരിശോധനയിലേക്ക് പോകണം എന്നതാണ് ഈ കേസിലടക്കം പല അഭിപ്രായങ്ങൾ, അതായത് നിയമപരമായല്ല രാഷ്ട്രീയമായ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി നടക്കുന്നുണ്ട്. ഇങ്ങനെ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ ഈ കാര്യത്തിൽ? നിയമ നടപടികൾ മറ്റൊരു ഭാഗത്ത് നടക്കുന്നു. സജോ, ജാമ്യാപേക്ഷയിൽ എന്താണ് തീരുമാനം എന്നറിയുമ്പോൾ നമുക്ക് വീണ്ടും എത്താം. ഏതായാലും ലേബി സജീന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. റാപ്പർ വേടനെ അനുകൂലിച്ച് കൂടുതൽ പേർ രംഗത്ത് എത്തിയിരിക്കുന്നെന്നാണ്. എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും എല്ലാം സമൂഹ മാധ്യമങ്ങളുടെ പിന്തുണ അറിയിക്കുന്നുണ്ട്. ലേബി, വേടൻ ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടക്കണം, അയാൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാം, അതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം. പക്ഷേ വേടൻ എന്ന് പറയുന്ന കലാകാരനുള്ള വലിയൊരു ജനപിന്തുണയുണ്ട്. അതിനപ്പുറം അയാൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ഇന്നിപ്പോൾ സുനിൽ പി ഇളയിടം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കലയ്ക്കും അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയത്തിനുമെതിരെയുള്ള ഒരു കടന്നാക്രമണം എന്ന നിലയിൽ കൂടി ഇതിനെ കാണണം എന്നാണ് സുനിൽ പി ഇളയിടത്തിന്റെ പോസ്റ്റ് ഞാൻ വായിച്ചത്. അങ്ങനെ നിരവധി പേരാണ് വേടന്റെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. വിനിത, തീർച്ചയായും അത്തരത്തിൽ വേടൻ്റെ ചിന്ത, വേടൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം, വേടൻ്റെ പാട്ട്, വേടൻ്റെ രാഷ്ട്രീയം, ഇതിൽ വേടൻ്റെ കറുപ്പിൻ്റെ രാഷ്ട്രീയത്തിന് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെയും ഇന്നുമായി സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നിറയുന്നത്. ഇതിൽ മുന്നോട്ട് വരുന്നവരെ, ഇതിൽ ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് വരുന്നവരെല്ലാവരും തന്നെ പങ്കുവയ്ക്കുന്ന ആശയം ഇതുതന്നെയാണ്. ഇതിൽ ഈ ജാതിയുടെ രാഷ്ട്രീയമാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പുലിനഖം മുതൽ ആനക്കൊമ്പ് വരെ ഉപയോഗിക്കുന്നവരുണ്ട് നമ്മുടെ സമൂഹ മധ്യത്തിൽ. അതിൻ്റെ തെളിവുകളുമുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് വേടൻ മാത്രം? ഈ ചോദ്യമാണ് സമൂഹത്തിൻ്റെ പല ശ്രേണിയിൽ പ്രവർത്തിക്കുന്നവർ, മുഖ്യധാരയിലുള്ളവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നിപ്പോൾ സുനിൽ പി ഇളയിടം, അതുപോലെ തന്നെ സാറാ ജോസഫ് വേടനൊപ്പം, വേടൻ്റെ പാട്ടിനൊപ്പം, വേടൻ്റെ ചിന്തയ്ക്കൊപ്പം എന്നൊക്കെയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അത്തരത്തിൽ എഴുത്തുകാരും സാമൂഹിക ചിന്തകരും എല്ലാം ഇത്തരത്തിൽ വേടനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, വിനീത നേരത്തെ പറഞ്ഞതാണ്, ലഹരിയുമായി ബന്ധപ്പെട്ട കേസ് അതൊരു ഭാഗത്ത് മാറി നിന്നത് നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ ഭയന്നുകൊണ്ട് ഇത്തരത്തിൽ വേടനെ മാത്രം ഇതുമായി ബന്ധപ്പെട്ട ഈ പുലി പല്ലുമായി ബന്ധപ്പെട്ട കേസാണ് എല്ലാവരും എടുത്തു പറയുന്നത്. സമൂഹത്തിൽ എത്രയോ പേർ ഇത്തരത്തിലുള്ള
പോലുള്ള കേസുകളിൽ പെട്ടിട്ടുണ്ട്. ആ സമയത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു നിയമപരമായ മുന്നോട്ട് പോകും വേടന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയർത്തുന്ന ചോദ്യവും. ഏതായാലും അയാൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ പിന്തുണയ്ക്കുക തന്നെ വേണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും വേടന്റെ കഴുത്തിൽ കണ്ടെത്തിയ പുലിപ്പല്ലിനെ കുറിച്ചുള്ള അന്വേഷണം കടുപ്പിക്കുകയാണ് വനം വകുപ്പ്. വിവിധയിടങ്ങളിൽ വേടനെ നേരിട്ടെത്തിച്ച് ഇന്ന് തെളിവെടുക്കുന്നത് നമ്മൾ കണ്ടു.